മായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. എന്റെ ദൈവം മഹത്വത്തിനാദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിനാദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണിതന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ എല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരുമാതിരി ഒരു നിരാശയോടെയൊക്കെ, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലൊക്കെ കാണുന്നു. എല്ലാവരും ഒന്ന് ചിരിക്കുക. കാരണം വചനം പറയാം, നമ്മൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. അവൻ ഏത് പ്രശ്നം വന്നാൽ, ദൈവം നമുക്ക് അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ടല്ലേ. നമ്മുടെ കർത്താവ് പറയുന്ന, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല അല്ലെ. ലോകത്തില് ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എത്രയോ പേരാണ് എന്താ പറയാ തളർന്നു പോകുന്നത് അല്ലെ, നാട് വിട്ടു പോകുന്നത്. എന്നാൽ നമുക്കൊക്കെ ദൈവം ഒരു കൃപ തന്നത് ഏതവസ്ഥയിലും സന്തോഷിക്കാനാ. ഏത് അവസ്ഥയിലും സമാധാനത്തോടെ ഇരിപ്പാൻ ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലാവരും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്ന് ഉപവാസത്തിന്റെ 14-ാമത്തെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒന്നും പ്രാപിച്ചില്ലെങ്കിൽ, ഈ 14-ാമത്തെ ദിവസം ഞാൻ എന്തെങ്കിലും പ്രാപിച്ച് എഴുന്നേൽക്കും എന്നൊരു തീരുമാനത്തോടെ നാം ആയിരിക്കണം. ഇന്ന് പകൽ കഴിഞ്ഞ രാത്രികാലം ചില ദിവസങ്ങളായിട്ട് പാസ്റ്ററോട് ഡേറ്റ് പറഞ്ഞ സമയം മുതൽ ഞാൻ ഇങ്ങനെ ഈ വിഷയത്തിന് പല വചനങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കടന്നു വരുമെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന വചനമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ രാത്രി എനിക്കൊന്ന് ഒരു ഏകദേശം ഒരു 11:30 മണിയായി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് റോയ് പാസ്റ്ററോട് പറയാനായിട്ട് ഒരു ദൂത് എനിക്ക് തന്നത്, നമുക്കറിയാം യേശു കാനാവിന്റെ കല്യാണത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോയപ്പോൾ അവിടെ വീഞ്ഞു തീർന്നു പോയി. നമുക്ക് വചനം അറിയുന്നത് കൊണ്ട് ഞാൻ വചനം എടുക്കുന്നില്ല. അവിടെ വീഞ്ഞു തീർന്നു പോയി. അപ്പൊ യേശുവിന്റെ അമ്മ അവിടെ വന്ന് പറയുന്നുണ്ട്, യേശു പറയുന്നത് എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ കാണുന്നത് പുറത്ത് കിടക്കുന്ന കൽപാത്രം. കൽപാത്രം ഒരിക്കലും അകത്തല്ല വരുന്നത്, പുറത്താ. അതെന്തിനാ ഉപയോഗിക്കുന്നത്? യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ 6 കൽപാത്രങ്ങള്. എന്നാൽ ഈ കൽപാത്രം ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തപ്പെട്ട ഈ കൽപാത്രങ്ങളെ ദൈവം യേശു വെള്ളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞു. ഈ വെള്ളം അത് ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വീഞ്ഞായി തീരുവാനായിട്ട് ഇടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് തുടക്കത്തിൽ കഴിഞ്ഞ ദിവസം രാത്രികാലം ദൈവം എന്നെ വെളിപ്പെടുത്തിയതാണ്. ചില കൽപാത്രങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്ന അനേകർക്കോ ഒരു ടേസ്റ്റായി അവർ മാറത്തക്ക നിലവാരത്തില് ദൈവദാസനെ ഒരു മുഖാന്തരമാക്കി ദൈവം തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങൾ വ്യക്തമായിട്ട്, കഴിഞ്ഞ രാത്രികാലം ഒരു 11:30 മണി കഴിഞ്ഞ സമയത്ത് എന്റെ ദൈവം ഈ വചനത്തിൽ കൂടി എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും അത് വിശ്വസിക്കുകയാണ്. കാരണം അനേക കൽപാത്രങ്ങളെ വലിയ സ്റ്റേജുകളിലൊന്നും ഇല്ലാതെ മാറ്റി നിർത്തപ്പെട്ടോ, വലിയ ശുശ്രൂഷ, വലിയ കഴിവുകളോ ഒന്നും പറയാതെ മാറ്റി നിർത്തപ്പെട്ട ചില അഭിഷക്തമാരെ ഇതിനകത്ത് കൊണ്ടുവന്ന ദൈവദാസൽ കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന അനേകർക്ക് വീഞ്ഞു പകരത്തക്ക നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കുമെന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെടുവാനിട്ടിടയായി തീർന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷീലാ ഘോഷ് എന്ന ദേവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ ഇവിടെ ഇവിടെ ആരാധന നടന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില വിതച്ച വിത്തുകളുണ്ട്, അത് മണ്ണ് മൂടി കിടക്കുന്ന വിത്തുകളാ. ഈ ദിവസങ്ങളിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാമെങ്കിൽ ആ കണ്ണുനീരിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ആ വിത്തുകളെ ഞാൻ കിളിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പ്രിയദാസിയോട് പ്രിയദാസി ആരും നമ്മുടെ വിഷയം എന്തെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയാണ്, മൂടപ്പെട്ട് കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ, ശത്രു മണ്ണിട്ട് മൂടിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ നിന്റെ കണ്ണുനീരിനാല് അത് കുതിർന്നു വരുമെന്ന്, ആ വാഗ്ദത്തങ്ങൾ പുറത്തു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് ദൂത് പറയുവാനായിട്ട് പറയുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. വേഗത്തിൽ നമുക്ക് വചനത്തിലേക്ക് കടക്കാമല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. മതി പാസ്റ്റേ.
എഴുന്നേറ്റ് ആ എഴുന്നേൽക്കുക എന്നൊരു വിഷയത്തെയാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. ഇന്ന് പകൽക്കാലം ഈ ഉപവാസത്തിന്റെ 14-ാമത്തെ ദിവസം പകൽക്കാലം നമ്മൾ ഒരുമിച്ച് എഴുന്നേൽക്കാൻ പോകുകയാണ്. നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതം എത്രത്തോളമാണ് നമുക്കറിയാം. ഇപ്പൊ എനിക്ക് അറിയില്ല നിങ്ങളുടെ ആത്മീയ ജീവിതം എത്രത്തോളമാണ്, നിങ്ങൾക്കും അറിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സകലതും കാണുന്ന സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം ഓരോ വ്യക്തികളോട് പറയാം, നിങ്ങളുടെ ജോലികൾ മാറ്റിവെച്ച, നിങ്ങളുടെ മറ്റുള്ള കാര്യാദികൾ മാറ്റിവെച്ച ഉത്സാഹത്തോടെ താല്പര്യത്തോടെ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളോടും പറയുകയാ, ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കേണ്ട പകൽക്കാലമാ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. സ്തോത്രം. വചന ധ്യാനത്തിൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന അളവില് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്ക, കർത്താവേ, കഴിഞ്ഞ നാളുകളൊന്നും സ്തോത്രം അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് എഴുന്നേൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഉപവാസത്തിന്റെ 14-ാമത്തെ പകൽക്കാലം ഞാൻ എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം എഴുന്നേറ്റെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രകാശം നമ്മിൽ ഉദിപ്പിപ്പാൻ ഇടയാകത്തുള്ളൂ. സ്തോത്രം. പലരും പറയുന്ന കേട്ടു, പല സഹോദരിമാരും ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, സ്തോത്രം സിസ്റ്റേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് ഉറക്കം വരികയാണ്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കങ്ങ് ഉറക്കം, വല്ലാത്ത ക്ഷീണം എന്നെ അലട്ടുകയാണ്. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തിവെച്ചിട്ട് ഞാൻ പോയി കിടക്കും. കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം മാറ്റിട്ട് വന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. പിന്നെ അത് കഴിഞ്ഞാല് ഒരുപാട് ജോലികളാ എന്റെ മുൻപിലാ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മുടെ പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തു. യുദ്ധങ്ങള്, ക്ഷാമങ്ങള്, പകർച്ചവ്യാധികളെല്ലാം അവിടെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് അറിഞ്ഞിട്ട് ദിവസങ്ങളിൽ നാം ഉറങ്ങിപ്പോകുവാനല്ല, നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നാം എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് പ്രകാശിപ്പാൻ കഴിയത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമുക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങളാ തന്നെ? കഴിഞ്ഞ 13 രാവും പകലും ഇതിനകത്തിരിക്കുന്ന എത്ര ദേവദാസന്മാർ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടു? നിന്നെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കും, നന്മ തരും, ശുശ്രൂഷയിൽ ഉയർത്തും എന്ന് എത്രയോ വാഗ്ദത്തം നാം കേട്ടു. എങ്കിലും പലപ്പോഴും നമ്മുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ടാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ നാം എഴുന്നേറ്റാൽ ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ ഉദിപ്പിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം എഴുന്നേറ്റ് പ്രകാശിപ്പാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. വചനം പറയുന്നത് യഹോവയുടെ തേജസ് നിന്റെ മേൽ വരുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് പകൽക്കാലം എത്ര പേരാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഇന്ന് പകൽക്കാലം എനിക്കൊന്ന് എഴുന്നേൽക്കണം. കഴിഞ്ഞ നാളുകൾ ഞാൻ ഉറങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ മന്ദതയിലിരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ അനുഭവങ്ങളെ മാറ്റി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും? നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം പാടുന്നുണ്ട്, നാം ഉപവസിക്കുന്നുണ്ട്. നമ്മുടെ സൂമിലെ ഈ മീറ്റിംഗിൽ നാം ദിവസവും കേറാറുണ്ട്. എന്നാൽ പലപ്പോഴും നാം ഉറങ്ങുന്ന അവസ്ഥയാ. ഞാൻ ഒരു ഭൗതികമായ ഉറക്കത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ആത്മീയമായി പലപ്പോഴും നാം ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങള്, ആത്മീയമായി പലപ്പോഴും നാം മരിച്ച അനുഭവങ്ങള്. എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് എഴുന്നേൽപ്പാൻ കഴിയാത്തത്? എഫെസ്യ ലേഖനം അതിന്റെ 5:14 പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. നമുക്ക് എഴുന്നേൽപ്പാൻ കഴിയാത്ത എന്താണെന്നറിയാമോ? നാം ആത്മീയത്തിൽ ഉറങ്ങിപ്പോയി, അകത്തളങ്ങളിൽ നാം ഉറങ്ങിപ്പോയി. 2, നാം മരിച്ച അവസ്ഥ. ഭൗതികമായ മരണമല്ല, ആത്മീയത്തിൽ മരിച്ച അവസ്ഥ. വേണ്ടുവിധം നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അലാറം വെച്ചാലും അലാറം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൈ അങ്ങോട്ട് ചലിച്ചങ്ങ് ഓഫ് ചെയ്ത് പിന്നെ ഉറങ്ങുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാം ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങള്, മരിച്ച അനുഭവങ്ങള്. ഹല്ലേലൂയ. ചെറിയ ദൈവം ഒരു വിഷയത്തിന് വിടുതൽ തന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന കുറച്ച് മാറിയിരിക്കുന്ന പിന്മാറ്റത്തിലേക്ക് പോകുന്ന മരിച്ച അനുഭവങ്ങള്. ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വന്ന് എഴുന്നേൽക്കാമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്നിരുന്നത് പോലെയല്ല, ഒരു ദൈവിക തേജസ് പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇവിടെ പറയുന്നത്, ഉറങ്ങുന്നവനെ നീ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക. നീ എഴുന്നേറ്റെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നമ്മുടെ മേൽ, എന്റെ മേലും നിങ്ങളുടെ മേലും പ്രകാശിപ്പാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം ഒരു ഉടമസ്ഥൻ തന്റെ വയലിൽ വിത്ത് വിതച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മത്തായി 13:24 പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. എന്നാല് ഇവർ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നു? ശത്രു വന്ന് ആ ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു.
പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. പലപ്പോഴും ആമേൻ ശത്രു നമ്മുടെ കുടുംബത്തിൽ കള വിതയ്ക്കുന്ന എന്തിനാ? ആമേൻ സ്തോത്രം. നമ്മുടെ സന്തോഷത്തെ മാറ്റി. ആമേൻ കഴിഞ്ഞ നിമിഷം, കഴിഞ്ഞ ദിവസം വരെ വളരെ സന്തോഷമായിരുന്നു, വളരെ സമാധാനമായിരുന്നു നമ്മുടെ ജീവിതത്തില്. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ സമാധാനം മാറിപ്പോവുകയാ. ആമേൻ ചില അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, കുടുംബ ജീവിതത്തിൽ കടന്നു വരികയാ. കഴിഞ്ഞ ദിവസം വരെ നമ്മെ അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങള് പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറി. ആമേൻ അവർക്ക് നമ്മോടുള്ള സ്നേഹം മാറി. അവർ വലിയ പരിവരുത്ത രീതി നമ്മോട് സംസാരിക്കുകയാ. ആമേൻ സ്തോത്രം. നല്ല പ്രാർത്ഥനയിൽ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തില് പെട്ടെന്ന് പ്രാർത്ഥന സ്റ്റോപ്പായ ഒരവസ്ഥ. പ്രാർത്ഥിപ്പാൻ അങ്ങോട്ട് കഴിയുന്നില്ല. അങ്ങ് ഉറക്കം വന്ന് നമ്മെ അങ്ങനെ മേൽക്കൊള്ളിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാ? ആമേൻ നമ്മുടെ എവിടെയോ നാം മയങ്ങിപ്പോയ അനുഭവങ്ങളാ ഇവിടെ പറയുന്നത്. ആമേൻ ഒരു നല്ല വിത്താണ് ആമേൻ ആ വീട്ടുടയവൻ വന്നിട്ട് എന്റെ വയലിൽ വിതച്ചത്. എന്നാൽ ഇതാ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആമേൻ സ്തോത്രം. ശത്രു വന്ന് ആമേൻ കള വിതച്ചിട്ട് പോയി. നാം ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കും, ഒരുപാട് വിഷയങ്ങൾ നാം ദൂത് കേൾക്കും. ആമേൻ ദൂത് കേട്ട് ആ സമയത്ത് നമ്മൾ കൈയടിച്ച് ആരാധിച്ച് സ്തോത്രം പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു തുള്ളിച്ചാടും. എന്നാൽ പിന്നെ ആ വിഷയത്തിന്മേൽ നാം പ്രാർത്ഥിക്കാതെ നാം എന്ത് ചെയ്യും? ആമേൻ മയങ്ങിപ്പോകും. പ്രാർത്ഥനയിൽ നാം ദൈവം തരുമെന്നുള്ള ആ ഒരു ഉറപ്പിൽ നമ്മെ, പക്ഷേ ദൈവം തരും, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം തരത്തുള്ളൂ. ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തരണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. നമുക്കറിയാലോ, നമ്മളിപ്പോ ബാങ്കിൽ നമ്മൾ എല്ലാവരും ലോൺ എടുക്കുന്നവരല്ലേ? കുഞ്ഞുങ്ങളുടെ കാര്യത്തിനാണെങ്കിലും വീട് പണിയാനാണെങ്കിലും ഒക്കെ നാം ലോൺ എടുക്കുന്നവരാണ്. നാം ലോണിന് വേണ്ടി ബാങ്കിൽ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞിട്ടാ ആമേൻ ബാങ്കിൽ നാം ചെല്ലേണ്ട സമയത്ത് നാം വീട്ടിലിരുന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ആ സാമ്പത്തികം കൈപ്പറ്റി ചിലപ്പോൾ 1, 2, 3 ലക്ഷത്തിലൊക്കെ ആയിരിക്കാം നാം ലോണിന് പോകുന്നത്. എന്നാൽ ആമേൻ ആ പൈസ നമ്മുടെ കരങ്ങൾ കിട്ടണമെങ്കിൽ നാം എല്ലാ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് പോയി ബാങ്കിൽ ഏൽപ്പിക്കണം. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നന്മ നമ്മുടെ കരങ്ങളിൽ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രിയ ദൈവജനമേ, ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ ഒരുങ്ങേണ്ട രീതിയിൽ നാം ഒരുങ്ങണം. എഴുന്നേൽക്കേണ്ട രീതിയിൽ നാം എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും എന്റെ ദൈവം പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ആമേൻ ശത്രുവിന്റെ കരങ്ങളിൽ തൊടാതെ വണ്ണം നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ദൈവം സർവശക്തനാ. ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം ഉറങ്ങിയപ്പോഴാണ് ശത്രു വന്ന് വയലിൽ കള വിതച്ചത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആമേൻ ഞാറ് വളർന്നു, നല്ല വിത്ത് അത് കിളിർച്ച് വളർന്നു വന്നപ്പോൾ അതിന്റെ കൂടെ ഈ കളയും ആമേൻ ഉയർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അത് നല്ല വിത്തിനെ ഞെരുക്കി കളയുവാനായിട്ട് നമുക്കതിനെ കളയെ മാത്രം വലിച്ചു പിഴുത് കളയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കളയെ മാത്രം ആമേൻ വലിച്ചു പിഴുത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാല് ഈ നല്ല ആമേൻ കിളിച്ചു വന്ന ആമേൻ ആ ഗോതമ്പും കൂടെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, വാഗ്ദത്തം കേട്ടിട്ട് ആമേൻ മൗനമായിരിക്കരുത്. നീ ഉറങ്ങിക്കളയരുത്. രാത്രിയെ പകലാക്കി ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ ആമേൻ ചിലതിനെ ജയിപ്പാൻ, ചില ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർക്കുവാനായിട്ട് ദൈവം ഒരു അധികാരം നൽകുവാനായിട്ട് ഇടയായി തീരും. വിലാപങ്ങളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് രാത്രിയിൽ യാമാരംഭത്തിങ്കൽ ആമേൻ നീ എഴുന്നേറ്റ് നിലവിളിക്കണം. ആമേൻ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരണം. എന്തിനാ? ആമേൻ രാത്രി യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ ആമേൻ ഹല്ലേലൂയ പറയുന്നത് എന്തുകൊണ്ടാ? ഹൃദയത്തെ വെള്ളം പോലെ ദൈവത്തിൽ പകരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആമേൻ സ്തോത്രം. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ വീതിയുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ഞാനും നിങ്ങളും നിലവിളിക്കണം. ആമേൻ കഴിഞ്ഞ രാത്രികാലം ആ ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബൈബിൾ ജസ്റ്റ് ഒന്ന് മറിച്ചപ്പോഴാണ് ഈ വചനം എന്റെ ഹൃദയം, പലപ്പോഴും ഞാൻ ഈ വചനം വായിച്ചിട്ടുണ്ട്, വായിക്കുമ്പോഴൊക്കെയും എന്റെ ഹൃദയം വല്ലാതെ ഭാരപ്പെടുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളും ഈ ദേവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വചനം ഇങ്ങനെ മറിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഈ വചനമാ. ഞാനത് വായിച്ചപ്പോൾ വീണ്ടും അതിൽ പറയുകയാണ്, രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേൽക്കണം. ആമേൻ. ഇന്ന് നമ്മുടെയൊക്കെ വിഷയങ്ങൾ എന്താണ്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മുടെ വിഷയങ്ങൾ എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ. ആമേൻ സ്തോത്രം. പല ദേശങ്ങളിൽ രാജ്യങ്ങൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ തലമുറകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർ നീറ്റാ, നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവർ നല്ല സ്വഭാവമാ. പക്ഷെ നമ്മെ വിട്ട് അവർ അവരുടെ പഠന സ്ഥലത്തിലോട്ട് പോകുമ്പോൾ അവർ മറ്റൊരു രീതിയാ, അവർ മറ്റൊരു രൂപമാ. ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം കരയണം. ആമേൻ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മാത്രമല്ല, ആമേൻ അതുപോലെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആമേൻ കരയണം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, പുറത്തു പറയാൻ കഴിയാത്ത മാനസിക വേദനയായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്കപ്പോൾ ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഇടയായി തരും. ആ കുഞ്ഞുങ്ങൾ ആ വിഷയത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കും. ആ ദൈവസ്നേഹം അവരും അറിയുവാൻ ഇടയായി തീരുമെന്ന് പലപ്പോഴും
കൂടുതലും സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ഈ വിഷയം പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇതിലിരിക്കുന്ന ഓരോ ദൈവജനത്തോടും ഞാൻ പറയട്ടെ, രാത്രിയിൽ യാമാരംഭത്തിൽ നാം ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാം, നാം എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാം. എന്തിനാ? വീതിയുടെ തലക്കലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. വീതിയുടെ തലക്കൽ ഒത്തിരി കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. വീട് വിട്ട് ഇറങ്ങിപ്പോയി വഴിത്തലക്കിൽ കിടക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ എത്രയോ തലമുറകൾ ആമേൻ ഹാലേലൂയ വഴിത്തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാമോ? ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അർത്ഥൽ പ്രൗഢവനകരക ശന്തൽ പ്രൗഢബലകരകസ്യ ജീവാരകനകരകസ്യ. നീ അറിഞ്ഞിട്ടും അറിയാത്തത് പോലെ ഇരുന്നാൽ, ഓ ദൈവം നിന്നോട് പറഞ്ഞിട്ടും നീ കേൾക്കാത്തത് പോലെ ഇരുന്നാൽ, ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മോട് കണക്ക് ചോദിക്കുമ്പോൾ നാം തലകുനിച്ച് നിൽപ്പാൻ ഇടയാകരുത് ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാമോ? ഇന്ന് പകൽക്കാലം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാമോ? ഇന്ന് പകൽക്കാലം മരിച്ച മന്ദ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാമോ? ആമേൻ. അനേകരെ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞാൻ എടുത്ത കുറിവാക്യത്തിന്റെ താഴെയുള്ള ഭാഗം വായിക്കും. അവിടെ പറയുകയാണ് ആമേൻ. അതിന്റെ 3 പറയുന്നത്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ആമേൻ. നാം എഴുന്നേറ്റു പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആമേൻ ആ ശക്തി കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ആ പവർ കൊണ്ട് അനേക ജീവിതങ്ങൾ ആമേൻ ഹാല് ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. അനേക ജീവിതങ്ങൾ ആമേൻ ഹാല് യേശുവിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. വചനം പറയുന്നത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ മറഞ്ഞിരിക്കല്ല വേണ്ടത്. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ ദൈവമാക്കിയിരിക്കുന്ന മലയുടെ മുകളിലാ, സകലരും കാണത്തക്ക നിലവാരത്തിലോ മലയുടെ മുകളിലാണ് ഒരു ദൈവ പൈതലിനെ ദൈവം ഉപമിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിലോ മലമേലിരിക്കുന്ന പട്ടണത്തെ മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ ആക്കിയിരിക്കുമ്പോൾ നീ മറഞ്ഞിരിപ്പാൻ പാടില്ല. ആമേൻ. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നീ ചെയ്തുകൊണ്ട് അനേകർക്ക് ഒരു പ്രകാശമായി തീരണം. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, നാം ഒരു ആമേൻ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു മെഴുതിരി നാം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ആമേൻ സകല പ്രാണികളെയും മെഴുതിരിയിൽ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് പോകുന്ന സമയം നമ്മുടെ മൊബൈലിന്റെ ആ ടോർച്ച് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നോക്കിയേ, ഉള്ള പ്രാണികളൊക്കെ വന്ന് ആമേൻ നമ്മുടെ മൊബൈലിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ആമേൻ. വെളിച്ചം ഉള്ളിടത്തെ ആമേൻ പ്രാണികൾ വരും. അങ്ങനെയെങ്കിൽ നമ്മിൽ ഒരു വെളിച്ചം ഉണ്ടായാൽ, ആ വെളിച്ചം പുറത്തോട്ട് ആമേൻ പ്രകാശിച്ചാൽ, ഈ പ്രകാശം കണ്ട അനേകർ നമ്മുടെ മുമ്പിൽ വരും. സിസ്റ്ററെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ ഹല്ലേലൂയ. എന്റെ വിഷയം ഇങ്ങനെയാ, എന്റെ കുടുംബജീവിതം തകർക്കപ്പെട്ട അവസ്ഥയിലാ, അല്ലെങ്കിൽ ഞാൻ ശാരീരികമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുകയാ, ഒത്തിരി ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തു എന്നിട്ടും എനിക്കൊരു വിടുതലില്ലെന്ന് പറഞ്ഞ് അനേകർ കടന്നു വരുമ്പോൾ, നീ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്നിലുള്ള പ്രകാശത്തിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിച്ച് അവർ സൗഖ്യമാകുവാനിടയായി തീരും. അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനായിട്ടിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം മറഞ്ഞിരിക്കരുത്. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുന്ന ഒരു പകൽക്കാലമായി തീരണം. ഞാൻ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം നിങ്ങൾ, കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിപ്പോയി, കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു, ഇന്ന് പകൽക്കാലം എന്നെ എഴുന്നേൽപ്പിക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 52:2 വായിക്കുന്നത്, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക. ആമേൻ. സ്തോത്രം. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ നീ അഴിച്ചുകളാ. ആമേൻ. നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളൊന്നും അഴിക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില കെട്ടുകൾ അഴിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് എഴുന്നേറ്റിരിക്കണം. ആമേൻ. ചിലർ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ എനിക്ക് അന്യഭാഷ കിട്ടി, പക്ഷെ എനിക്ക് 2 വാക്കേ കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ എത്ര ആരാധിച്ചിട്ടും എനിക്ക് ആ ഒരു 2 വാക്കല്ലാതെ എനിക്ക് ശരിക്കും ഒരു അന്യഭാഷയെ കിട്ടുന്നില്ലെന്ന് പലരും പറഞ്ഞു. എന്റെ ചർച്ചിൽ പോലും 1-2 സഹോദരന്മാര് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്തുകൊണ്ടെന്നറിയാമോ? ആമേൻ. കഴുത്തിലൊരു ബന്ധനം കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിപ്പാൻ കഴിയാത്തത് എന്തെന്നറിയാമോ? ഒരു ബന്ധനം കിടപ്പുണ്ട്. വചനം വായിക്കാൻ കഴിയാത്ത എന്തെന്നറിയാമോ? ഒരു ബന്ധനം കിടപ്പുണ്ട്. എഴുന്നേറ്റിരിക്കുന്ന ദൈവത്തിന് പ്രകാശിപ്പാൻ കഴിയാത്ത എന്തെന്നറിയാമോ? ആമേൻ. ഒരു ബന്ധനം കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ഒന്ന് എഴുന്നേൽക്കാമെങ്കിൽ ഒരു ദൈവദാസന്മാരും നമ്മുടെ തലയിൽ കൈവച്ച് ശാസിക്കണ്ട, ഒരു ദൈവദാസിമാരും നമുക്ക് വേണ്ടി ശാസിക്കണ്ട. നീ തന്നെ ഒന്ന് എഴുന്നേൽക്കാമെങ്കിൽ ആമേൻ ഹാലെ നമ്മെ കെട്ടിയ കെട്ടുകളെ സ്വർഗമാവിക്കും. ആമേൻ. നമ്മുടെ തലമുറകളെ ബന്ധിച്ച ആമേൻ ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞ, ദൈവിക ആരാധനയിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞ, ആമേൻ സ്തോത്ര ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കുവാൻ ആമേൻ മറ്റാരും നമുക്ക് വേണ്ടി എഴുന്നേൽക്കണ്ട. നാം എഴുന്നേറ്റാൽ മതി, നാം എഴുന്നേറ്റാൽ മതി, നാം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ മതി, നാം എഴുന്നേറ്റ് പ്രകാശിച്ചാൽ മതി, നാം എഴുന്നേറ്റ് കരഞ്ഞാൽ മതി. പ്രിയ ദൈവജനമേ, ശത്രു എത്ര മതിലെ പോലെ കെട്ടിപ്പൊക്കിയ പ്രശ്നങ്ങൾ ആയിരുന്നാലും നമ്മുടെ പ്രാർത്ഥന
വേദനയിൽ അത് തകർന്നു വീഴുവാനായിട്ടിടയായിത്തീരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്? നമ്മുടെ എഴുന്നേൽക്കാൻ കഴിയാത്തതിന് തടസ്സം എന്താണ്? നമുക്കൊന്ന് വായിക്കാമോ? ആമേൻ. ഉൽപ്പത്തി 31 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഉൽപ്പത്തി 31 30 മുതൽ ഉള്ള വാക്യങ്ങൾ, 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ മതി. അല്ലെ, ഞാൻ വായിച്ചോളാം, കുഴപ്പമില്ല. നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു. എന്നാൽ എന്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന്? യാക്കോബിനോട്, പക്ഷെ നിന്റെ പുത്രിമാരെ നീ എന്റെ പക്കൽ നിന്ന് അപഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത്. എന്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുക നോക്കിയെടുക്കുക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചതും യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയുടെ കൂടാരത്തിൽ 2 ദാസിന്മാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി, ഒന്നും കണ്ടില്ല താനും. അവൻ ലേയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരിഞ്ഞു നോക്കി, കണ്ടില്ല താനും. മതി സിസ്റ്റർ, മതി. ഓക്കെ, ഇതില് ഉൽപ്പത്തി 31 നമ്മൾ 30 മുതൽ വായിക്കുമ്പോൾ അതിന്റെ 20 നമ്മൾ വായിക്കുമ്പോൾ റാഹേൽ തന്റെ അപ്പനുള്ള വിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. നമുക്കറിയാം യാക്കോബ് തന്റെ സഹോദരനെ പറ്റിച്ച് അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ച് തന്റെ അമ്മാവന്റെ വീട്ടിൽ ചെന്നു. അവിടെ 20 വർഷം 14 വർഷം തന്റെ ഭാര്യമാർക്ക് വേണ്ടിയും 6 വർഷം യാക്കോബിന്റെ ലാബാനും തന്റെ ആടുകൾക്ക് വേണ്ടിയൊക്കെ അങ്ങനെ 20 വർഷം അവിടെ നഷ്ടമാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അവന് സുബോധം വന്നത്. എനിക്ക് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. അങ്ങനെ പോകാൻ പുറപ്പെട്ടിരിക്കുമ്പോഴാണ് താൻ അറിഞ്ഞത്. അങ്ങനെ ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാക്കോബ് അറിയാതെ മറ്റാരും അറിയാതെ തന്റെ പിതാവ് അറിയാതെ റാഹേൽ എന്ത് ചെയ്തു? അപ്പന്റെ ഗ്രഹബിംബം എടുത്തു മോഷ്ടിച്ചു. സ്തോത്രം. അങ്ങനെ യാക്കോബും തന്റെ മക്കളും തന്റെ ഭാര്യമാരും മക്കളും ഒക്കെ ആയിട്ട് അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് തന്റെ മക്കളൊക്കെ ആയിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു പോയെന്ന്. അങ്ങനെ അവരെ പിടിക്കുവാനായിട്ട് ലാബാൻ കടന്നു വരുമ്പോൾ ദൈവം സംസാരിക്കുന്നുണ്ട്. ഗുണമോ ദോഷമോ ഒന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞ സ്തോത്രം. പിന്നെയും അവരെ അടുക്കൽ വരുമ്പോൾ സ്തോത്രം. ലാബാന് യാക്കോബിനോട് പറയുകയാണ്, നിന്റെ പിതാവിനെ കാണാനുള്ള വാഞ്ച കൊണ്ട് നീ പോയി, അത് ഓക്കെയാണ്. പക്ഷേ എന്റെ ഗ്രഹബിംബം എടുത്തത് ആര്? എന്റെ ഗ്രഹബിംബം എടുത്തത് എന്തിന്? പക്ഷെ യാക്കോബ് അറിഞ്ഞില്ല, ലേയ അറിഞ്ഞില്ല, മറ്റുള്ള ആരും അറിഞ്ഞില്ല. എടുത്തത് ആരാ? റാഹേല്. അപ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്റെ ദേവന്മാരെ കണ്ടാൽ അവർ ജീവനോട് ഇരിക്കരുതെന്ന്. അങ്ങനെ ലാബാൻ എന്ത് ചെയ്തു? ആദ്യം യാക്കോബിന്റെ കൂടാരത്തിൽ കയറി നോക്കി, അതിനകത്തില്ല. ലേയയുടെ കൂടാരത്തിനകത്ത് കയറി, അതിനകത്തില്ല. അത് കഴിഞ്ഞിട്ട് റാഹേലിന്റെ കൂടാരത്തിൽ കയറിയപ്പോൾ അവളുടെ കയ്യിലാണ് ഈ ദേവന്മാർ ആ വിഗ്രഹം ഇരിക്കുന്നത്. അവൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ഒട്ടക കോപ്പിനകത്ത് അതിനെ വെച്ചിട്ട് അവൾ അതിന്മേൽ കയറിയിരുന്നു. എന്നിട്ട് അപ്പ വന്നപ്പോ ചോദിച്ചു, അപ്പ എനിക്ക് എഴുന്നേൽപ്പാൻ കഴിയില്ല. പ്രിയതേ മക്കളെ, നമുക്ക് എഴുന്നേൽപ്പാൻ, ഇവിടെ റാഹേലിന് എഴുന്നേൽപ്പാൻ കഴിയാത്ത കാര്യം എന്തെന്നറിയാമോ? ദൈവഹിതമില്ലാത്തത് അവളുടെ പക്കൽ ഉള്ളത് കൊണ്ട് അവളുടെ പിതാവ് വന്നപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഹിതമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം അത് എടുത്തു മാറ്റണം. നാം അതിനെ നശിപ്പിച്ച്, അത് കോപമാകട്ടെ, അത് സ്വാർത്ഥതകളാകട്ടെ, അത് പ്രാർത്ഥന കുറവുകളാകട്ടെ, എന്തെങ്കിലും ജഡത്തിന്റെ സ്വഭാവങ്ങളാകട്ടെ, പാരമ്പര്യത്തിന്റെ ചിലര് പാരമ്പര്യങ്ങളിൽ നിന്ന് ദൈവഭാഗത്ത് വന്നെന്ന് പറഞ്ഞാൽ ചില പാരമ്പര്യങ്ങൾ എവിടത്തില്ല. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ പ്രതിഭവനത്തെയും പാരമ്പര്യങ്ങളൊക്കെ വിട്ടിറങ്ങാനാ, അല്ലെ? അതുപോലെ അബ്രഹാം അനുസരിച്ചു. പക്ഷെ പലപ്പോഴും നമുക്കത് അനുസരിക്കാൻ കഴിയുന്നില്ല. നാം ദൈവഭാഗത്ത് കടന്നൊന്ന് സ്നാനപ്പെട്ടെങ്കിലും ചില പാരമ്പര്യങ്ങളും കൂടെ നാം വലിച്ചൊഴിച്ചു കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ റാഹേൽ പറയുകയാണ്, എനിക്ക് എഴുന്നേൽപ്പാൻ കഴിയില്ല. കാരണം ഗ്രഹബിംബം അവളുടെ കരങ്ങളിൽ ഇരിക്കുക, അവൾ അതിന്റെ മേളിലാ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും നാം കൊണ്ടു നടക്കുന്നെങ്കിലോ, ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും മോഹങ്ങളോ, ഏതെങ്കിലും പാപ സ്വഭാവങ്ങളോ, ഏതെങ്കിലും ജഡത്തിന്റെ പ്രവൃത്തികളോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടപ്പുണ്ടെങ്കിലോ, ഇന്ന് പകൽക്കാലം അതൊന്ന് എറിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊന്ന് എഴുന്നേൽപ്പാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം ഉൽപ്പത്തി 32-22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യാക്കോബ് രാത്രിയിൽ എഴുന്നേറ്റു.
ആമേൻ, ഹല്ലേലൂയ. അവനൊരു ഭയം പിടിച്ചു. എന്താ ഭയം? തന്റെ സഹോദരൻ 400 പേരുമായിട്ട് തന്റെ നേരെ വഴി നിന്നറിഞ്ഞപ്പോഴ് അതുവരെ യാക്കോബിന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. തന്റെ ഭാര്യമാരൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുകയായിരുന്നു. എന്നാൽ ആമേൻ അവിടെ പറയുന്നു യാക്കോബ് ആമേൻ രാത്രി എഴുന്നേറ്റു. ആമേൻ സ്തോത്രം. എന്തിനാ ആമേൻ യാക്കോബ് രാത്രി എഴുന്നേറ്റത്? ആമേൻ സ്തോത്രം. തന്റെ ഭാര്യമാരെയും തന്റെ ആമേൻ ദാസിമാരെയും തന്റെ 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. ആമേൻ അങ്ങനെ അവൻ അവരെ അക്കരെ ആറ്റിനരികെ കടത്തിയിട്ട് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാക്കോബ് ആമേൻ തനിയെ ശേഷിച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തതൊക്കെ നാം അക്കരെ കടത്തണം. ആമേൻ. ഇവിടെ റാഹേല് ആമേൻ ഗ്രഹബിംബങ്ങളെ എടുത്ത് മോഷ്ടിച്ചു വെച്ചതുപോലെ ആമേൻ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ആമേൻ നമ്മുടെ ആമേൻ എഴുന്നേൽപ്പിന് തടസ്സമായി, ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് എടുത്തു മാറ്റുവാൻ തയ്യാറാകണം. എല്ലാം നീ ഒന്ന് അക്കരെ കടത്തണം. എന്നിട്ട് നീ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നീ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങണം. ആമേൻ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഒറ്റയ്ക്കിരുന്ന് ഉപവസിപ്പാൻ തുടങ്ങണം. ആമേൻ. നിന്റെ വാഗ്ദത്തത്തിനോട് നീ കരയുവാൻ തുടങ്ങണം. ഇവിടെ ഇതാ യാക്കോബ് ആമേൻ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം തനിയെ ശേഷിച്ചിട്ട് അവിടെ പറയുന്നത് ഒരു ദൈവപുരുഷനോ കൂടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചെന്ന ആമേൻ സ്തോത്രം. മല്ല് പിടിച്ച് തുറന്നുള്ള ഭാഗം വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അതിന്റെ 26 പറയുന്നത് ആമേൻ യാക്കോബ് ആമേൻ ആ ദൂതനോട് പറയുകയാണ്, ആമേൻ ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. അതിന്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ പറയുന്നത് നീ മനുഷ്യനോടും ആമേൻ ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് തനിയെ ഒന്ന് ശേഷിക്കാമോ? ആമേൻ. ദൈവഹിതമില്ലാത്തതെല്ലാം ഒന്ന് അക്കരെ കടത്തിയിട്ട് ദൈവഹിതമില്ലാത്ത ചിന്തകള്, നമ്മുടെ അവിശ്വാസങ്ങള്, നമ്മുടെ അവിശ്വസ്തതകള്, നമ്മുടെ അനുസരണക്കേടുകള്, ദൈവഹിതമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ആമേൻ തടസ്സമായി എന്ത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവിക ശുശ്രൂഷയ്ക്ക് മുൻപിൽ നമുക്ക് എഴുന്നേൽപ്പാൻ കഴിയാതെ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം അതൊക്കെ അക്കരെ കടത്തിയിട്ട് ഒന്ന് തനിയെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയ ദൈവജനമേ നിന്റെ പേര് ദൈവം മാറ്റും. ആമേൻ. യാക്കോബിന്റെ പേര് ഉബായി എന്ന ആമേൻ ഹല്ലേലൂയ. യാക്കോബിന്റെ പേര് ദൈവം മാറ്റി അവന് ഇസ്രായേൽ എന്നൊരു പേര് കൊടുത്തു. ഇന്ന് പകൽക്കാലം നമ്മുടെ പേര് മാറണമോ? നീ ഒരു രോഗിയാ, നീ എപ്പോഴും രോഗിയാന്നുള്ള പേര് നമ്മുടെ മേലില്ലേ? അവൻ ഈ ഒരു അവൻ പൈസ കൊടുത്താൽ തിരിച്ചു തരാത്തവളാ, അവൻ ഭയങ്കര കടബാധ്യതയുള്ളവരാ, ഭയങ്കര അവൻ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കുടുംബമാ, കടന്നു പോകുന്ന ഒരു സഹോദരിയാ, കടന്നു പോകുന്ന ഒരു സഹോദരനാ. ആമൻ ശുശ്രൂഷയിലൊന്നും വലിയ അവൻ മുന്നോട്ട് വരാനൊന്നും പറ്റാതെ ഒതുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരാ എന്ന് പറയുന്ന പേരുകള്, ശത്രു നമുക്ക് ഇട്ടിരിക്കുന്ന പേരുകള്, ഒരിക്കലും നീ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ പേരുകള്, ഒരിക്കലും നീ ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ വാക്കുകള്, ദൈവം അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ മാനിക്കത്തക്ക നിലവാരത്തിൽ ഒരു പേര് ദൈവം നൽകും. ആമേൻ. യാക്കോബിന്റെ പേര് ദൈവം മാറ്റി ഇസ്രായേലാക്കി. കാരണം എന്താ? അവൻ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് തനിയെ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, തനിയെ ഇരുന്ന് കരയുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് എന്താ ഹല്ലേലൂയ അവൻ ദൈവദൂതനുമായിട്ട് മല്ല് പിടിക്കുവാൻ തുടങ്ങി. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് കരയാൻ തുടങ്ങിയത് കൊണ്ട് ദൈവം അവന്റെ പേര് മാറ്റുവാനായിട്ട്, അവന്റെ നടപ്പ് ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയും? കർത്താവേ എന്നെ എഴുന്നേൽപ്പിക്കണം. ആമേൻ. ആമേൻ. വഴിത്തലക്കൽ തളർന്നു കിടക്കുന്ന, ജീവരക്ഷയ്ക്കായി തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആമേൻ. ഒന്ന് പ്രകാശിക്കേണ്ട എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആമേൻ. അനേകരെ ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. എന്റെ പേരൊന്ന് മാറ്റുവാൻ, എന്റെ നടപ്പൊന്ന് മാറ്റുവാൻ, ഒരു ദൈവിക വാഗ്ദത്തത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരുവാൻ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ ആമേൻ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരെ നിറയ്ക്കത്തുള്ളൂ, അല്ലാതെ ഇതിനകത്തിരുന്ന് ഉറങ്ങുന്നവരെ നിറയ്ക്കത്തില്ല. ആമേൻ. സ്തോത്രം. പലപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ കയറുമ്പോൾ ദൈവദാസന്മാർ എത്ര ആമേൻ പ്രസംഗിച്ചാലും ഉറങ്ങുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭാരം തോന്നാറുണ്ട്. ഞാൻ ഒന്ന് പറയാം, ഉറങ്ങിയിരുന്നാൽ വചനകത്ത് കേറില്ല കേട്ടോ. ആമേൻ. ഒന്ന് മനസ്സിലാക്കുക, നമ്മെ ഉറക്കുന്നത് പിശാചാ.
നമുക്ക് ക്ഷീണമുണ്ടോ? ഓക്കെ, ക്ഷീണമുണ്ട്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് നല്ല ക്ഷീണം തോന്നാറുണ്ട്. ഞാൻ എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്റെ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കാരണം ഞാൻ ഞങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശത്രു കളവിതയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ സഭയിൽ ശത്രു കളവിതപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. എത്ര ഉറക്കം വന്നാലും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും. അത് നമ്മൾ ഉറങ്ങിയേ പറ്റൂ. അല്ലാതെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നാം ഉറങ്ങിയാൽ ശത്രു വന്ന് കളവിതയ്ക്കും. ഓർക്കുക, ഒത്തിരി വിഷയങ്ങളോടെയാണ് ആ ദിവസം ഇരിക്കുന്നത്. അത് മറന്ന് നാം ഉറങ്ങിപ്പോകരുത്. ശത്രു കളവിതച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഗ്ദത്തങ്ങളിൽ എത്തുവാൻ, വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, യാക്കോബ് എഴുന്നേറ്റതുപോലെ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം തനിയെ ശേഷിച്ച പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിപ്പാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, ദൈവസന്നിധിയിൽ എഴുന്നേൽപ്പാൻ തടസ്സമായി എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതൊന്നും മാറ്റിയിട്ടൊന്ന് എഴുന്നേൽക്കാമോ? പ്രിയ എൽസി അലക്സാണ്ടറുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, കരയാതെ നിന്റെ ശബ്ദവും കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. ഒരു പ്രതിഫലമുണ്ട്. പലപ്പോഴും ഹൃദയം നുറുങ്ങി ഭാരപ്പെടുന്നുണ്ട്, പലപ്പോഴും വളരെയധികം കരയുന്നുണ്ട്. എന്നാൽ പ്രിയ ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, കരയാതെ നിന്റെ ശബ്ദം അടക്കുക. കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണ് നടക്കുക. ദൈവം ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാ. വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല നമ്മുടെ ദൈവം. കണ്ണുനീരിന് ഒരു മറുപടി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം പ്രിയ ആന്റിയോട് വ്യക്തമായി ദൈവാലോചന പറയുവാനായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം എബ്രായർ 12:1 പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. ഓടണമെങ്കിൽ നാം എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, അല്ലെ? ഇരുന്നോണ്ട് ആരെങ്കിലും ഓടി എന്ന് പറയാൻ പറ്റുമോ? ഇരുന്നോണ്ട് ആരെങ്കിലും ഓടി ജയിച്ചെന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇരുന്നോണ്ട് ഓടാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഈ സ്പോർട്സിലൊക്കെ നിൽക്കുമ്പോ എല്ലാവരും ലൈനായിട്ട് അവരുടെ ട്രാക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കും. ഫുള്ളായിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് അടുത്ത ഒരു ഇത് പറയുമ്പോൾ അല്പം കൂടെ എഴുന്നേൽക്കും. ലാസ്റ്റ് ഒരു വിസിലടിക്കുമ്പോഴോ ഇവർ എഴുന്നേറ്റൊരു ഓട്ടമാണ്. എന്തിനാ ഓടുന്നത്? അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം വാങ്ങുവാനാണ് അവർ ഓടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ, നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മെ പിടിച്ചിരിക്കുന്ന, നമ്മെ ഭരിക്കുന്ന ഭാരം വിട്ട, മുറുകെ പറ്റുന്ന പാപം വിട്ട നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നാം ഓടണം. ഹല്ലേലൂയ. നിത്യതയിൽ നമുക്ക് എത്തണമോ? ഹല്ലേലൂയ. ഭാരം വെച്ചുകൊണ്ട് നടപ്പാനിടയാകരുത്. അതിനാ പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും കുറച്ച് ചിന്താകുലമൊന്നുമല്ല, നിങ്ങൾക്ക് ഏതെല്ലാം ചിന്താകുലങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത്, ആ സകല ചിന്തകളും എന്റെ മേലിടുവിനെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ സകല ഭാരങ്ങളും യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയതുപോലെ ഹല്ലേലൂയ, എഴുന്നേൽപ്പാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിച്ചേരുവാൻ കഴിയാതെ വണ്ണം, ഒന്ന് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം, ഒന്ന് സമാധാനത്തോടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ വണ്ണം നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്ന ഭാരങ്ങളുണ്ട്. ഒരു പക്ഷേ ഹല്ലേലൂയ, ജോലിയുടെ ഭാരമായിരിക്കാം. കർത്താവെ, ഒത്തിരി ഇന്റർവ്യൂ ഞാൻ എഴുതിയില്ലേ, ഇതെന്താ എനിക്ക് കിട്ടാത്തെന്നുള്ള ഭാരമായിരിക്കാം. അല്ലെങ്കിൽ കർത്താവെ, എന്റെ ഭർത്താവിന് എന്താ ഒരു മാനസാന്തരം ഇല്ലാത്തെന്നുള്ള ഭാരമായിരിക്കാം. ഇല്ല എങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളാല് കടഭാരങ്ങളും ബാങ്ക് ലോണുകളും ഒക്കെ ആയിട്ടുള്ള ഭാരമായിരിക്കാം. എന്ത് ഭാരം ശത്രു നിന്റെ ചുമലിൽ കൊണ്ടുവച്ചാലും അതെല്ലാം വിട്ടു നീ ഓടണം. ഓടി എവിടെ ചെല്ലണം? വിരുദ് നാം പ്രാപിക്കണം. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു പ്രതിഫലം വാങ്ങുവാൻ നാം ഓടണം. സ്തോത്രം. വിശ്വസ്തയോടെ നാം ഓടണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓടുവാൻ കഴിയാത്തതെല്ലാം നാം ഒന്ന് വിട്ടെറിയണം. പല ദൂതുകളും നാം കേട്ടിട്ടില്ലേ? നിന്റെ ഒരു പ്രവാചകയാക്കുമെന്ന് കേട്ട് പറഞ്ഞ് ദൂത് അറിയിച്ചിട്ടില്ലേ? നീ അനേകരോട് ദൈവത്തിന്റെ വചനം പറയുമെന്ന് ദൈവം ദൂത് അറിയിച്ചിട്ടില്ലേ? എന്നാൽ പലപ്പോഴും അതൊന്നും അതിലെത്തപ്പെടാതെ വണ്ണം നാം ഒതുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളല്ലേ? ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, ഇതിനകത്തുള്ള പലരോടും ദൈവത്തിന്റെ ആത്മാവ് ആഴമേറിയ ദൂതുകൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എഴുന്നേൽപ്പാൻ കഴിയാതെ വണ്ണം ആ ദൂതുകളെയും ആ വാഗ്ദത്തങ്ങളെയും ഒക്കെ മൂടി വെച്ച് ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങളെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാ. ഇന്ന് പകൽക്കാലം ഒന്ന് എഴുന്നേൽക്കാമോ? ദൈവം പറഞ്ഞതായ ദൂതിന്റെ മുമ്പില്, ദൈവം പറഞ്ഞതായ വാഗ്ദത്തത്തിന് മുമ്പില് ഒന്ന്
ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടാമോ? ഹല്ലേലൂയ, ദൈവം ആമേൻ നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പറയുന്നത് ആമേൻ ഹല്ലേലൂയ, മുറുകെ പറ്റുന്ന പാപം. ആമേൻ, പാപം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് വിവരിച്ചു പറയണ്ട. ആരാധിക്കാതിരിക്കുന്ന ഒരു പാപമാ, സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുന്ന പാപമാ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ ആമേൻ കരുതാതിരിക്കുന്ന ഒരു പാപമാ. ആമേൻ, വ്യഭിചാരം ഒരു പാപമാ, മോഷണം ഒരു പാപമാ, കൊലപാതകം ഒരു പാപമാ. ആമേൻ, നമ്മെ പിടിച്ചിരിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും വിട്ട് ഇന്ന് പകൽക്കാലം നാം എഴുന്നേൽക്കുവാൻ തയ്യാറായാൽ, നാം എഴുന്നേറ്റ് ഓടുവാൻ തയ്യാറായാൽ തീർച്ചയായും ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകും. ആമേൻ. ഫിലിപ്പിയ ലേഖനം വായിക്കും അതിന്റെ 3:7 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ്. ആമേൻ. പൗലോസിനെ പറ്റി നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ, പണവും ജ്ഞാനവും ഒക്കെ ഉണ്ടായ, പ്രശസ്തിയും ഒക്കെ ഉണ്ടായ വ്യക്തിയാ പൗലോസ്. എന്നാൽ പൗലോസ് പറയുകയാണ്, എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങ് വിടുകയാണ്. എന്തിനാണ്? ആമേൻ, സ്തോത്രം, ക്രിസ്തു നിമിത്തം സകലതും നാം ഛേദമെന്ന് എണ്ണുകയാണ്. ഇന്ന് പകൽക്കാലം ആമേൻ ഹാലെ നമുക്ക് ജോലി വേണം, പക്ഷേ ജോലി എന്ന് പറഞ്ഞിരിക്കരുത്. നന്മ വേണം, നന്മയെന്ന് പറഞ്ഞിരിക്കരുത്. വിദേശത്ത് ദൈവം അയക്കും, പക്ഷെ അതേന്ന് പറഞ്ഞിരിക്കരുത്. ദിവസങ്ങൾ വിടേണ്ട ചിന്തകളെ വിട്ടുകൊണ്ട് നാം ആദ്യം പ്രാപിക്കേണ്ടത് ആമേൻ നിത്യതയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും പ്രാപിക്കണം. നിത്യതയിൽ എത്തുവാൻ വേണ്ടി നാം എന്തെങ്കിലും പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രകാശിപ്പാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, ആമേൻ, നാം എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് അനേകർക്ക് ഒരു പ്രകാശം കൊടുക്കുവാനായിട്ട് തീരത്തുള്ളൂ. ആമേൻ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15:8 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ദ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സഹോദരി. ആമേൻ. 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. 9 അവളുടെ കയ്യിലുണ്ട്. ആമേൻ. നമ്മളൊക്കെ വിചാരിക്കും ഒന്ന് പോകുന്നെങ്കിൽ പോട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, 9 ഉണ്ടല്ലോ, അത് മതി എന്ന് പറയും. പക്ഷെ ഇവിടെ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീക്ക് അതല്ല. അവൾക്ക് 10 ദ്രഹ്മയിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആമേൻ, ഹല്ലേലൂയ, അവൾ അവിടെ ഒക്കെ അവൾ എഴുന്നേറ്റു, അവിടെ എല്ലാം അടിച്ചു വാരുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ആ വീട് മുഴുവൻ അവള് ആമേൻ ക്ലീൻ ആക്കുവാൻ ഇടയായി തീർന്നു. അവൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്റെ ഭവനത്തിൽ വന്ന ആരെങ്കിലും അത് എടുത്തോണ്ട് പോയോ എന്നൊന്നും അവിടെ അവള് ടെൻഷൻ ആയതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവൾ ആദ്യം ഒന്ന് ചെയ്തു, അവൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ആമേൻ. എഴുന്നേറ്റ് അവൾ ചൂലെടുത്ത് അവിടെ എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ, ഹല്ലേലൂയ, പൊടിപടലങ്ങളും ആമേൻ എല്ലാം ആമേൻ അടിച്ചുവാരി, കട്ടിലും മേശയും ആമേൻ കസേരയുടെ അടിഭാഗമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയപ്പോൾ നഷ്ടപ്പെട്ട ദ്രഹ്മ ആമേൻ അവൾക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ആമേൻ, നഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആമേൻ. പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ഇന്ന് എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. അതെവിടെയാ നഷ്ടപ്പെട്ടത്? ആ നഷ്ടപ്പെട്ടത് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചു പ്രാപിക്കാമോ? ആമേൻ. ദൈവം നിങ്ങളെ മാനിക്കും. ആമേൻ. നഷ്ടപ്പെട്ട ദ്രഹ്മ, ഒരു ദ്രഹ്മയല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ മിണ്ടാതിരുന്നെങ്കിൽ അത് അവളുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായി തീർന്നത്. എന്നാൽ അവൾ അടിച്ചുവാരി ആമേൻ അവൾ സന്തോഷിപ്പാൻ, അവൾ മാത്രമല്ല അവളുടെ ചുറ്റുപാടുള്ളവരെയും കൂടെ വിളിച്ച് അവൾ സന്തോഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ പ്രവചന ശുശ്രൂഷ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവവചന വായന ആമേൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ നാം ചെയ്തു വന്ന പ്രാർത്ഥനകളും ആമേൻ ദൈവവചന വായന നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഉപവാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഉപവാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വന്നാൽ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെ മാനിപ്പാനായിട്ട് ഇടയായി തീരും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 1 ശമൂവേൽ പുസ്തകം ആമേൻ 30:1 മുതൽ 19 വരെ വായിക്കുമ്പോൾ ആമേൻ നഷ്ടപ്പെട്ടത് മടക്കി ലഭിച്ച ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. ദാവീദും കൂട്ടരും കൂടെ സിഗ്ലാഗിലെത്തിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ ഭാര്യമാരെ മക്കളെ ഒക്കെ ആമേൻ, സ്തോത്രം, അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയി. ആമേൻ, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, ആമേൻ, നാം എഴുന്നേൽക്കാതിരുന്നാലേ ആമേൻ ശത്രു പലതിനെ അപഹരിച്ചു കൊണ്ടുപോകും കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ദൈവത്തെ നാം കുറ്റം പറയരുത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നാം പ്രാർത്ഥിക്കണം. ആത്മാവിൽ ആരാധിക്കേണ്ട സമയത്ത് നാം ആത്മാവിൽ ആരാധിച്ചങ്ങ് ഉണർന്നോളണം. ആമേൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി രാത്രിയുടെ ആമകൾ നാം കരഞ്ഞോളണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ശത്രു പലതിനെ അപഹരിച്ചു കൊണ്ടുപോകും. ഇവിടെ ഇതാ ദാവീദിന്റെ ആമേൻ കൂടെയുള്ളവരുടെ ഭാര്യമാരെ മക്കളെയും എല്ലാം ആമേൻ അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ആമേൻ, സ്തോത്രം, അതിന്റെ ആമേൻ 30:4 വാക്യം പറയുന്നത് ദാവീദും കൂടെയുള്ള ജനവും ആമേൻ കരയുവാൻ
ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. പാസ്റ്റർ റോയ് പാസ്റ്റർ ആ വചനത്തെ ഒന്ന് തൊട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ദൈവം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വചനമാണ് ബലമില്ലാതാകുവോളം. ആമേൻ. ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിനെ ഓർത്ത് ആമേൻ ബലമില്ലാതാകുവോളം ആമേൻ അവർ ഉറക്കെ കരയുവാനായിട്ട് തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവർ വളരെ കഷ്ടത്തിലായി. എന്നാൽ ഹല്ലേലൂയ അതിന്റെ 30:6 പറയുന്നത് ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. നോക്ക് ദൈവമക്കളെ, ആമേൻ. നാം കരഞ്ഞുകൊണ്ടിരുന്നാൽ നഷ്ടപ്പെട്ട നമുക്ക് മടക്കി ലഭിക്കത്തില്ല. ദാവീദ് എഴുന്നേറ്റു. ആമേൻ. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥനയിലൊന്ന് എഴുന്നേറ്റാൽ, ആമേൻ, അധികാരത്തിലൊന്ന് എഴുന്നേറ്റാൽ, ആമേൻ, ശത്രുവിന്റെ തന്ത്രങ്ങളെ കണ്ട് പേടിച്ച് ആമേൻ ഒളിച്ചിരിക്കുവാനല്ല, അധികാരത്തോടെ ശത്രുവിനെതിരെ നാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആമേൻ ശത്രു അപഹരിച്ചു കൊണ്ടുപോയ നമ്മുടെ ഏത് നന്മയാകട്ടെ, അത് സാമ്പത്തിക നന്മയാകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷമാകട്ടെ, നമ്മുടെ തലമുറയുടെ ആമേൻ നന്മകളാകട്ടെ, ആമേൻ അവരുടെ വിദ്യാഭ്യാസമാകട്ടെ, ഏത് തന്നെയായിരുന്നാലും ശത്രു അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ ദാവീദ് ആദ്യം കരഞ്ഞു, അവൻ നിലവിളിച്ചു, അവൻ കഷ്ടത്തിലായി. എന്നാൽ അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നത് ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം എത്ര പേര് ധൈര്യപ്പെടും? ആമേൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ഞാൻ യഹോവയിൽ ധൈര്യപ്പെട്ടിരിക്കുക. ശത്രു അപഹരിച്ചു കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ ഞാൻ മടക്കി ലഭിക്കും. ശത്രു അപഹരിച്ചു കൊണ്ടുപോയി എന്റെ സമാധാനത്തെ ഇന്ന് പകൽക്കാലം ഞാൻ മടക്കി പിടിക്കും. ശത്രു അപഹരിച്ചു കൊണ്ടുപോയി എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇന്ന് പകൽക്കാലം ഞാൻ മടക്കി പിടിക്കും. എല്ലാവരും ഒന്ന് ആരാധിച്ചാട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ എന്റെ ശരീരത്തിൽ ശക്തമായി അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, ശത്രു ആമേൻ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് പോയ ചില നന്മകൾ, ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ചില നന്മകൾ ഇന്ന് പകൽക്കാലം ദൈവം മടക്കി തരികയാണ്. ഒന്ന് എഴുന്നേറ്റാൽ, ഒന്ന് ധൈര്യപ്പെട്ടാൽ ഇന്ന് പകൽക്കാലം ദൈവം അത് മടക്കി തരും. അതിന്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുകയാണ്, ആമേൻ, അമാലേക്കുകാർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് ദാവീദ് മടക്കി കൊണ്ടുവന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? ആമേൻ. ഇവിടെ കുറുവാക്യം പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എഴുന്നേറ്റാൽ ആമേൻ ചിലത് മടക്കി കൊണ്ടുവരും. നീ എഴുന്നേറ്റ് നീ എഴുന്നേക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ തേജസ് ഉദിക്കും. നീ എഴുന്നേറ്റാൽ നിന്റെ പേര് മാറും. ആമേൻ. നീ എഴുന്നേറ്റാൽ ആമേൻ നിന്റെ ശുശ്രൂഷകൾ നീ മടക്കി പ്രാപിക്കും. നീ എഴുന്നേറ്റാൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറകൾ, നിന്റെ കുടുംബജീവിതത്തിന്റെ സന്തോഷം, നിന്റെ ഭർത്താവ്, ഭാര്യ, നിന്റെ ശുശ്രൂഷകൾ മടക്കി പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ആമേൻ. എന്റെ സമയം ആമേൻ ഹാല് കഴിഞ്ഞല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. എത്ര പേര് സമർപ്പിക്കുന്നു? ആമേൻ ഹാല്. കർത്താവേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ആമേൻ. സ്തോത്രം. നമുക്കറിയാം 38 ആണ്ട് ആമേൻ രോഗക്കിടക്കയിലായിരുന്ന ഒരു മനുഷ്യൻ, ആമേൻ, ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ, ആമേൻ, സ്തോത്രം, അവന് എഴുന്നേൽപ്പാൻ കഴിയില്ല. അവൻ പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, ദൈവമേ കർത്താവേ, ആമേൻ ഹാല്, ഞാൻ എങ്ങനെയെങ്കിലും കുളത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ ആരെങ്കിലും അതിനകത്ത് ചാടി വിടുതൽ പ്രാപിക്കും. കാരണം ദൂതൻ വന്ന് ആമേൻ കുളം കലക്കുമ്പോൾ ആദ്യം ആരാണ് അതിലേക്ക് ചാടുന്നത്? അവർ വിടുതൽ പ്രാപിക്കും. ഏത് രോഗം, ഏത് വ്യാധികളായിരുന്നാലും വിടുതൽ പ്രാപിക്കും. എന്നാൽ ആമേൻ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ 38 വർഷം കൊണ്ട് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ആമേൻ. കർത്താവ് അവിടെ ഇറങ്ങുകയാണ്. കർത്താവ് അവനെ സൗഖ്യമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ? കർത്താവെ, എനിക്ക് എഴുന്നേൽപ്പാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് രാത്രിയിൽ എഴുന്നേൽപ്പാൻ എനിക്കൊന്ന് പറ്റുന്നില്ല, എനിക്കൊന്ന് ആമേൻ ഉപവസിപ്പാൻ എനിക്ക് പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തോട് നീ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കർത്താവ് കരം പിടിച്ചുയർത്തും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകൽക്കാലം ആമേൻ എത്ര പേർ എഴുന്നേൽക്കാൻ തയ്യാറാകും? ആമേൻ. നെഞ്ചിലോട്ടൊന്ന് കൈവച്ച് പറ, കർത്താവേ, ഞാൻ എഴുന്നേൽപ്പാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രകാശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. നീ പ്രകാശിക്കുമ്പോൾ അനേകർ നിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരും. അനേകർ പ്രാർത്ഥിപ്പാൻ കടന്നു വരും. അനേകർ പല വിഷയങ്ങളുമായി നിന്റെ അടുക്കൽ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഒരു അധികാരത്തിൽ ശുശ്രൂഷതയും ഏൽപ്പിക്കാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ദൈവത്തിനായി സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അല്പസമയം കൂടെ വചനമായി നിൽപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവ് എവിടെയെങ്കിലും വിശ്വസിക്കുന്നു, എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഈ ജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം പറഞ്ഞ അടിയനെ ദൈവം എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. അവരുടെ പ്രാർത്ഥനയിൽ കർത്താവ്, അവരുടെ ആത്മീയ ജീവിതത്തിൽ, അവരുടെ ഭൗതിക മണ്ഡലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതിനായി സ്തോത്രം. കർത്താവിൽ കടന്ന എല്ലാ ജനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദാസനായ കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് തുടർന്ന് നടക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. ബലപ്പെടുത്തിയതിനായി നന്ദി. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവം